ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിന്റെ ക്ലൈമാക്സ് ആണ് നാളെയും മറ്റന്നാളെ നമുക്ക് 1 മണിക്കൂറാണ് സീരിയല്. അപ്പൊ ആ ഒരു ക്ലൈമാക്സ്, നാളത്തെ ക്ലൈമാക്സ് പ്രൊമോയിലേക്ക് തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആകാശ് മഹേഷിനെ വീണ്ടും വെല്ലുവിളിക്കാണ്. മരിക്കാനായെങ്കിലും ആകാശനാണെങ്കിൽ മഹേഷിന് മുമ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ. അതേസമയം നമ്മുടെ ആകാശാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആകാശ് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുവാട്ടോ. ആകാശിന്റെ പാസ്പോർട്ട്, ആകാശിന്റെ സാധനങ്ങളും, അതായത് ആകാശിന് എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ പറ്റും അതൊക്കെ തന്നെ അവിടെ നിന്ന് എടുക്കാണ്. ഇത് കാണുന്ന രചന അവിടേക്ക് വരുന്നുണ്ട്. രചനനെ കാണുമ്പോ ആകാശ് എന്താ നീ എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുമ്പോ അല്ല, ആകാശ് എന്താ രക്ഷപ്പെട്ട് നാട് വിടാൻ വേണ്ടി പോകുവാണോ എന്ന് ചോദിക്കുകയാണ്. ആകാശ് ചോദിക്കണ്ടേ, ഞാനെന്താ നാട് വിടുന്നത്? ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? അങ്ങനെ പേടിച്ച് നാട് വിടേണ്ട കാര്യം എനിക്കില്ല. അല്ല പിന്നെന്തിനാ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ആകാശ് പോകാൻ പോകുന്നത്? ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് കാര്യങ്ങളുണ്ട്, അതിനുവേണ്ടി പോകാനായിട്ടാ. അല്ലാതെ നീ പറഞ്ഞ പോലെ പേടിച്ചു പോണേന്നും അല്ല. അത് ആകാശിന്റെ പോക്ക് കണ്ടാലറിയാം പേടിച്ചു പോവല്ലെന്ന്. എനിക്ക് ആകാശിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താടി നിനക്ക് പറയാനുള്ളത്? വേഗമ്പോഴേക്കും അല്ല, ആകാശാണ് സുമീനെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായ ആകാശ്. എന്തിനാ ആകാശ് താൻ അങ്ങനെ ചെയ്തത്? താൻ അവളെ ബലാത്കാരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ അവൾ അത് നിരസിച്ചു അല്ലെ? അതിന്റെ പേരിലല്ലേ താൻ അവളെ കൊന്നത്? നിർത്തടി, നിന്റെ വിചാരം എന്താടി? കാണുന്ന പെണ്ണുങ്ങളെ പുറകിലൊക്കെ ഞാൻ പോവാൻ നിൽക്കുവാണെന്നോ? ഒരിക്കലും എന്റെ കൈ കൊണ്ടല്ല സുമി മരിച്ചത്. പിന്നെ നീ ഇത്രയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ സത്യം എന്താന്ന് പറയാം. അവളുണ്ടല്ലോ സുമിത, അവളെ വിവാഹം കഴിക്കുന്നത് പറഞ്ഞിട്ട് എന്റെ പുറകെ നടക്കുമായിരുന്നു. നീ ഇല്ലാത്ത സമയത്തൊക്കെ അവളെന്നെ ആദ്യമൊക്കെ അപേക്ഷ പോലെയാണ് അവൾ പറയണ്ടായിരുന്നത്, എന്നെ വിവാഹം കഴിക്കണമെന്ന്. പിന്നീട് അവളാണെങ്കിൽ ഒരു ആവശ്യം പോലെ, അത് അത്യാവശ്യം പോലെ, ഒരു ദുരാഗ്രഹം പോലെ എന്നോട് പറഞ്ഞുകൊണ്ടത് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളെ വിവാഹം കഴിച്ചേ പറ്റൂന്ന്. എനിക്കങ്ങനെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. അഥവാ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്നെ എപ്പോഴും ഞാൻ വിവാഹം കഴിച്ചാനേ. അതുകൊണ്ട് തന്നെ ഞാൻ സുമീർത്ത് ഉറപ്പിച്ച് പറഞ്ഞു എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്റെ തന്ത്രങ്ങളെല്ലാം തന്നെ മഹേഷിനോട് പറയുമെന്നാണ്. അതെല്ലാം ഞാൻ പോട്ടേന്ന് വെച്ചു. പക്ഷേ ഒരു ദിവസം നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ വന്നപ്പോ അവളുടെ ഫ്ലാറ്റിൽ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പോവാതെ അവൾ നമ്മുടെ റൂമിൽ പോയി ഇരുന്ന് പാട്ടും കേട്ട് കിടന്നോണ്ടിരിക്കുകയായിരുന്നു. അവിടെ എത്തിയ ഞാൻ അവളത് പറഞ്ഞു, നീ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ, എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അവൾ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം അവളും ഞാൻ തമ്മിൽ ഒരുപാട് വാക്കു തർക്കായ സമയത്ത് അവളെ പിടിച്ച് ഞാൻ തള്ളി. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കപ്പോ ഞാൻ കാണുന്ന അവള് ചോര വാർന്ന് കിടക്കുമായിരുന്നു. നമ്മുടെ വാതിലിന്റെ പുറകിൽ ആ ഒരു ആണി പോലത്തെ സംഭവമില്ലേ, അവിടെ തല കൊണ്ടിട്ടാണ് അവൾ മരണപ്പെട്ടത്. അല്ലാതെ ഞാനൊന്നല്ല. അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ നിനക്ക് മനസ്സിലായല്ലോ, പുറകിൽ എന്ത് കുത്തിക്കൊണ്ടിട്ടാണ് മരിച്ചെന്ന്. അത് ഞാൻ കുത്തിക്കൊണ്ടിട്ടൊന്നല്ല, അവരുടെ വാതിലെ പുറകിലെ സംഭവം കുത്തിക്കൊണ്ടിട്ടാണ്. അല്ലാതെ എന്റെ കൈ കൊണ്ടല്ല അവളെ നെക്കിക്കൊന്നിട്ട് ഞാൻ കൊന്നതൊന്നല്ല എന്ന് പറയാണ്. അത് മാത്രല്ല, നിന്റെ ശ്രദ്ധയ്ക്ക് വേറൊരു കാര്യം പറയാം. ഇപ്പോ ഞാൻ ചെയ്യാത്ത കൊലപാതകം കൂടി എന്റെ തലയെ വെച്ച് കെട്ടാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ സുമിതയുടെ ആ കിളവൻ, ആ അമ്മാവനെ ഞാൻ കൊന്നത് ഞാനാണെന്ന്. ഒരിക്കലും അല്ല. അയാള് സുമിയുടെ മരണത്തിൽ എന്നെ സംശയിക്കുന്നുണ്ടായിരുന്നു. അയാളെ ഭീഷണിപ്പെടുത്താനും വേണമെങ്കിൽ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇന്ന് അയാൾ അന്വേഷിച്ച് അയാളുടെ വീട്ടിലേക്ക് പോയത്. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോ അയാളുടെ വീട്ടില് വാതില് തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ അകത്ത് കയറിയപ്പോഴേക്കും അയാള് പായല് കിടക്കുന്ന രീതിയിൽ കിടക്കുമായിരുന്നു നിലത്ത്. ഞാൻ വിചാരിച്ചു അയാൾ ഉറങ്ങുമായിരിക്കും എന്ന് വെച്ച് അയാളെ മറച്ചിട്ട് നോക്കിയപ്പോ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ കൊന്നേന്നുമല്ല എന്ന് പറയണം. ഇതൊക്കെ കേട്ട് രചന പണ്ട് ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ അല്ലെ? ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ അല്ലെ? ഇത്രയും വർഷം ഞാൻ നിങ്ങളെ വിശ്വസിച്ചു, ഇനി ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ സുമീനെ കൊന്നു. സുമിയുടെ മരണത്തിന് കാരണക്കാരൻ നിങ്ങളാണെന്ന് സുമിയുടെ അമ്മാവൻ മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ സുമിയുടെ അമ്മാവനും കൊന്നു. ഇത് തന്നെയാണ് സത്യം എന്ന് പറയണം. അതാണ് സത്യം, നീ കൊണ്ട് കേസ് കൊടുക്ക് എന്നൊക്കെ ആകാശ് വെല്ലുവിളിക്കുന്നുണ്ട്. ശേഷം രചന വിഷമത്തോടു കൂടി തന്നെ റൂമിലേക്ക് പോയിട്ട് പൊട്ടിക്കരയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രചന പിന്നീട് നോക്കുമ്പോഴേക്കും ആകാശ് ആരെയോ ഫോൺ വിളിക്കുന്നത് കാണുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോഴേക്കും ആകാശ് സംസാരിക്കണത്, അതെ രചനയോ, ആർക്ക് വേണം ആ പഴന്തുണീന്? പിന്നെ ഒരു അഴക്ക് ചാല്, എനിക്കെന്താ വേറെ ഫ്രഷ് പെണ്ണുങ്ങളെ കിട്ടില്ലേ? ഈ രണ്ട് മക്കളെ പ്രസവിച്ച ഇവളെ തന്നെ എനിക്ക് വേണോ? അവളെന്റെ വെറുതെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പെണ്ണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവളായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നൊക്കെ ഫോണിൽ സംസാരിക്കുന്ന രചന കേൾക്കാണ്. ഇത് കേൾക്കുന്ന രചനക്ക് ആകെ വിഷമമായി പോവാട്ടോ. ശേഷം രചന ആകാശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആകാശ് ഇപ്പൊ എന്താ ഫോണിൽ പറഞ്ഞത്? ആകാശ് പറയണ്ട്, ഓ നീ ഇപ്പൊ എന്തായാലും അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയാം. നീയും നിന്റെ മോനൊക്കെ വെറും ഉപകരണമായിരുന്നു. ആകാശ് മേനന്റെ വെറും ഉപകരണം. മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി ആകാശ് തരേണ്ടത് ഒരു ഉപകരണം മാത്രമാണ് നീയും നിന്റെ മോനും. അല്ലാതെ നിന്റെ മോനോടും നിന്നോടും എനിക്കൊരു സ്നേഹമില്ല, ഒരു തരിമ്പ് പോലും എന്ന് പറയട്ടെ. പൊട്ടിച്ചിരിക്കാണ് ആകാശ്. ഇല്ലടോ, താൻ രക്ഷപ്പെടില്ലടോ, താൻ നോക്കിക്കോ, താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് താൻ അനുഭവിക്കും. ഓ നീ വലിയ പുണ്യാളത്തി, നീയും അനുഭവിക്കോടി എന്ന് ആകാശ് തിരിച്ചു പറയാണ്.
അങ്ങനെ രചന ആകെ കുറ്റബോധത്തിൽ നീറുവാട്ടും. മുമ്പ് മഹേഷും രചനയും വിവാഹം കഴിച്ചതും മഹേഷ് രചനയ്ക്ക് വേണ്ടി ഉള്ള ശമ്പളം രചനയ്ക്ക് വേണ്ടി സമ്മാനങ്ങൾ വാങ്ങിച്ചതും എല്ലാം തന്നെ ആലോചിച്ച് രചന പൊട്ടിക്കരയാണ്. ആ രാത്രി തന്നെ രചന മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവാണ്. രാത്രി ഒരു 11:30 ആയിട്ടുണ്ടാവും. ബെല്ലടിക്കുമ്പോഴേക്കും മഹേഷ് ഇതാരാ ഈ സമയത്ത് എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോ അവിടുത്തെ രചനയായിരുന്നു കേട്ടോ. രചന, നീ എന്തിനാ ഈ സമയത്ത് ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? ഓ, ആകാശിന് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി വന്നതായിരിക്കും അല്ലെ? ഇല്ല മഹേഷ്, ഒരിക്കലുമല്ല. ഞാൻ ചുമ്മാ വന്നതാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ. ഇല്ല, നീ ചുമ്മാ വന്നതല്ല. നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. എന്താ രചന, എന്താണെങ്കിലും പറഞ്ഞോ. നീ എന്തോ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയണം. ഇവരുടെ സംസാരിക്കുന്നത് നമ്മുടെ ഇഷിത കേട്ടിട്ട് ഇഷിത അവിടേക്ക് സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. രചന പറയുന്നുണ്ട്, അതെ മഹേഷ്, ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളോട് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ആ ദ്രോഹങ്ങൾക്കൊക്കെ മാപ്പ് പറയാൻ വേണ്ടി തന്നെയാണ് മഹേഷ് ഞാൻ ഇവിടേക്ക് വന്നത്. നിനക്കിപ്പോ എന്താ വല്ലാത്തൊരു കുറ്റബോധമൊക്കെ പോലെ? എന്താ നീ ഇപ്പൊ മാപ്പ് പറയാൻ വേണ്ടി തീരുമാനിച്ചത്? സാധാരണ നീ അങ്ങനെയല്ലല്ലോ. ശരിയാ, ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി ആരാണ് ശരി ആരാണ് തെറ്റു എന്നുള്ളത്. മഹേഷിനെ ഒരുപാട് പുച്ഛിച്ച് തള്ളിയിട്ടാണ് ഞാൻ അന്ന് ആകാശിന്റെ കൂടെ പോയത്. സത്യം പറഞ്ഞാൽ ആ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്താ പറയുന്നത്, അയാള് വെറും ഒരു ഉപകരണം മാത്രമായിട്ടാണ് എന്നെയും എന്റെ മക്കളെയും കണ്ടത്. ഓ, അതിപ്പോ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്? അതെ, ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായത്. അത് ആകാശ് തന്നെയാ എന്നോട് തുറന്നു പറഞ്ഞത്. അപ്പൊ മുതൽ എനിക്കൊരു കുറ്റബോധം. മഹേഷിനോട് ചെയ്ത് കൂട്ടുന്നേക്കാൾ ഒന്ന് മാപ്പ് പറയണോന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ടാണ് മഹേഷ് ഞാൻ ഇപ്പൊ വന്നത്. ശരി ശരി, നീ പോവാൻ നോക്ക്, സമയം ഒരുപാടായി എന്ന് പറയാണ്. അപ്പൊ രചന പറയണ്ടേ, എന്റെ മക്കള് രണ്ടുപേരും ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ആ, അവരൊക്കെ ഉറങ്ങി. മഹേഷിന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞു ഉറക്കുവായോ? ആ, എല്ലാവരും ഉറങ്ങിയെന്ന് പറഞ്ഞില്ലേ? എന്തോ മഹേഷിന്റെ കുഞ്ഞിനെയും എന്റെ മക്കളെയൊക്കെ എനിക്ക് കാണാൻ തോന്നി. ആ, നിനക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ പട്ടാ പകൽ വിളിച്ചതോ അല്ലാതെ രാത്രി വന്ന് ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് രചനയെ പറഞ്ഞു വിടുവാണോ. രചന പോയിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിത വരുന്നുണ്ട്. രചന എന്തിനാ വന്നത്? ഓ, അവള് മാപ്പും സോറിയൊക്കെ പറയാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ മോളെയും അവളുടെ മക്കളെ കാണണോന്നൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. അപ്പൊ ഇഷിത പറയേണ്ട, രചനക്ക് എന്തോ മാറ്റം വന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. എന്ത് മാറ്റം വരാനാ? അവൾക്ക് എന്തോ ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നി, അത്രേ ഉള്ളൂ. മഹേഷ്, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ രചനനെ ഇനി ഉപേക്ഷിക്കരുത്. കാരണം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ രചന ചിലപ്പോ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിന്ന് വരും. ചിലപ്പോ ആത്മഹത്യയിലേക്ക് വരെ പോകും. എന്തൊക്കെ പറഞ്ഞാലും ചിപ്പിയുടെയും ആദിയുടെയും അമ്മയാണ് രചന. ആ ഒരു ഇത് നമ്മൾ രചനക്ക് കൊടുത്തേ പറ്റൂ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ രചനക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് ഏർപ്പാടാക്കി കൊടുത്താലോ, അതാകുമ്പോഴേക്കും രചനക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്ത് ആ വീട്ടിൽ ജീവിക്കാലോ. ഇഷിത, ഇത് നമ്മൾ വെറുതെ വയ്യാവിലെടുത്ത് തലയെ വെക്കണത് പോലെ ആകും കേട്ടോ. വേണ്ട, നാട്ടുകാരെ അത് വേറൊരു രീതിയിലേ കാണുള്ളൂ. നാട്ടുകാരെ നോക്കിയിട്ടാണ് മഹേഷ് നമ്മൾ പലതും കാണിച്ചു കൂട്ടണത് അല്ലല്ലോ. നമ്മൾ നമുക്ക് വേണ്ട ജീവിക്കേണ്ടത്, നാട്ടുകാർക്ക് വേണ്ടല്ല. ഞാൻ പറയുന്ന പോലെ മഹേഷ് ചെയ്യൂ. ആദിക്കും അത് വല്ലാത്ത സന്തോഷമായിരിക്കും. പിന്നെ രചന മാറുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയാട്ടോ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മഹേഷ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.